ഹായ് ഗൈസ്, അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ വിയറ്റ്നാം ട്രിപ്പിൻ്റെ ബാക്കി വ്ലോഗാണ് ഞാനിപ്പം ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇതാണ് വിയറ്റ്നാമിൻ്റെ നൈറ്റ് ലൈഫ്. വിയറ്റ്നാമിൽ നമ്മൾ ഈവനിങ്, അതായത് മോർണിംഗ് ടു ഈവനിങ് പോലെയല്ല, നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഫുള്ള് വൈബാണ്. ഫുള്ള് സിറ്റി തന്നെ അങ്ങോട്ട് മാറും. എന്താ പറയുക, ഫുൾ നൈറ്റ് ലൈഫാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, ഞാനും എൻ്റെ ഫ്രണ്ട് അശ്വിനും. അപ്പോൾ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയായിട്ട് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് എന്തോ പ്രോഗ്രാം നടക്കുന്ന ഞങ്ങൾ വിചാരിച്ചത്. ബട്ട് ആക്ച്വലി അത് അടിപൊളിയായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ സ്റ്റൈൽ ലൈക്ക് കരാട്ടെ, കുൻഫു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ഷോ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഈവനിങ്ങിന് അത് നോട്ടീസ് ചെയ്തായിരുന്നു, കുറേ ലൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തപ്പോൾ പലരും എന്നോട് ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ എക്സ്പെൻസീവ് എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ ഇതിൽ പറയാനുള്ള ഒരു ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ 1000 ഇന്ത്യൻ റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വിയറ്റ്നാം ഡോങ്ങിലാണ് വരിക. ഏകദേശം അത് വളരെ ചീപ്പാണ്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം എന്താ പറയുക, വളരെ ചീപ്പായിട്ടാണ് വരുന്നത്. 3 lakh അങ്ങനെയാണ് വരുന്നത് ഡോങ്. 1000 ഇന്ത്യൻ റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരാൾക്ക് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 30,000 ഇന്ത്യൻ റുപ്പീസാണ്. അതിൽ നിങ്ങൾക്ക് ലേ ഓവർ ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും പിന്നെ വിസയും എല്ലാം കൂടി 80,500 അങ്ങനെ വരത്തുള്ളൂ. നിങ്ങൾ സ്ട്രെയിറ്റ് ഫ്ലൈറ്റ്, അതായത് ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുക്കുന്നതാണെങ്കിൽ അങ്ങോട്ടേക്ക് മാത്രം ഒരു 11,000. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, ഏകദേശം 11K ചിലവായി. പിന്നെ ഒരു 3,500 വിസ. പിന്നെ റൂമിൻ്റെ കാര്യം പറയുന്നതാണെങ്കിൽ പെർ ഡേ 4,000. അതിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ജിമ്മുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. നല്ല അടിപൊളി ഹോട്ടലാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ മെയിനായിട്ട് എല്ലായിടത്തും ഓപ്പൺ ബാറുകളുണ്ട്. അത് ഫുൾ ടൈം ഓപ്പൺ ആണ്, നൈറ്റ് മാത്രമല്ല. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു ബിയറൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് വരികയാണ് ഗൈസ്. ഇവിടെ മെയിനായിട്ട് എന്താ പറയുക, ഡ്രസ്സൊന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഡ്രസ്സൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വന്നത്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടെ ഒരു ചങ്ങായി പാമ്പൊക്കെ കഴുത്തിലിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ ട്രൈ ചെയ്യാം, പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. എൻ്റെ ഫ്രണ്ടിന് ഇവിടുത്തെ ഫുഡൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ അവന് എന്താ പറയുക, ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. ഇത് മാത്രമല്ല, വേറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് ഫേമസ് ആയൊരു സ്ട്രീറ്റാണ്, ബുവ വിൻ സ്ട്രീറ്റാണിത്. ഇവിടെ എന്താ പറയുക, നിങ്ങൾക്ക്